മറ്റൊരു തലത്തിലേക്ക് മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ കടന്നിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക വിന്യാസം, ഇറാനെ ലക്ഷ്യമാക്കിയുള്ള അമേരിക്കൻ സൈനിക വിന്യാസം ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അമേരിക്കയ്ക്കും ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമൊക്കെ ഭീഷണിയുമായി, വളരെ കടുത്ത സ്വരത്തിലുള്ള ഭീഷണിയുമായി ഇറാനും രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. പാരലായിട്ട് തന്നെ സമാധാന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ലോകം മുഴുവൻ ഒരു കനത്ത ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെ? മാത്രമല്ല, ഇതൊരു ഓൾ ഔട്ട് വാറിലേക്ക് പോയി കഴിഞ്ഞാൽ റഷ്യയും ചൈനയും അവരൊക്കെ സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു നിലപാട് എന്തായിരിക്കും? അത് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുന്ന സംഭവ വികാസങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോയ്സ്. റോബിൻ ജോയ്സ്, നമ്മൾ ഇന്നും ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാനാണ്. ആ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മൾ യുദ്ധക്കുതിമാരായിട്ടോ അല്ലെങ്കിൽ യുദ്ധം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ വീഡിയോ വൈറലാകണമെന്ന് ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല. പക്ഷേ ഈ ഒരു യുദ്ധം അവിടെ പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള സംഘർഷം സംഭവിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫാർ റീച്ചിങ് ആയിരിക്കും. അത് പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഇറാനിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ആ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അപ്ഡേഷൻ പങ്കുവച്ചിട്ട് ഞാൻ ജോയ്സിലേക്ക് വരാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ഇറാൻ ഒരു മിലിറ്ററി എക്സസൈസ്, അവരുടെ ഒരു ബോർഡർ ടൗൺ ആയിട്ടുള്ള കാസറി ഷ്രൈൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ മിലിറ്ററി എക്സസൈസ് നടത്താനുള്ള ഒരു പദ്ധതി ഇട്ടിരിക്കുന്നു. അവരുടെ പ്രാദേശിക സമയം തിങ്കളാഴ്ച 11 മണിക്ക് ആരംഭിച്ച് ചൊവ്വാഴ്ച കഴിയുമെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, നേരത്തെ ഇങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലെടുക്ക്, അവിടെ ഇറാന്, റഷ്യ, ചൈന ഇവരുടെ സംയുക്തമായിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ഉണ്ടാകുമെന്ന് പറയുന്നു. അമേരിക്ക അതിനെതിരെ ശക്തമായിട്ടുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്കെതിരെ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ മുച്ചൂട് മുടിക്കുന്ന രീതിയിലുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ഇറാൻ്റെ നേർക്കുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറേ നാളുകൾക്ക് ശേഷം ഇവരുടെ ഈ 86 വയസ്സുള്ള ഈ ഖമേനി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് ഈ ഇമാം ഖൊമേനിയുടെ ഷ്രൈനിൽ പോയിട്ട് അദ്ദേഹം ട്രിബ്യൂട്ട് അർപ്പിക്കുന്നു. ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്ന അദ്ദേഹം ചില സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പാണ് മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ഗസ്റ്റർ അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില സ്ഥലത്ത് അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചുവന്ന പതാക ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് അവർ യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പാണ് എന്ന് ചിലർ അതിനെപ്പറ്റി വിശകലനം നടത്തുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഈ യുദ്ധം തുടങ്ങുന്നില്ല അല്ലെങ്കിൽ അമേരിക്ക കയറി അറ്റാക്ക് ചെയ്യുന്നില്ല? കാരണം അവരുടെ വലിയ രീതിയിലുള്ള മിലിറ്ററി മൂവ്മെൻറ്റ് ആ മേഖലയിലേക്ക് നടത്തി കഴിഞ്ഞിരിക്കുന്നു, നേവൽ വെസൽസ് അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് അവിടെ യുദ്ധം ആരംഭിക്കുന്നില്ല എന്നൊരു ഉത്തരം എന്ന് പറയുന്നത്, ഈ ടർക്കി കേന്ദ്രീകരിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ചില ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. ഈ ടർക്കി, ഈജിപ്റ്റ്, സൗദി അറേബ്യ, ഇറാനും തമ്മിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ അബ്ബാസ് അദ്ദേഹം അവരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഏത് വിധേനയും ഒരു ഡീലിലേക്ക്, ഒരു റിജീം ചേഞ്ചിലേക്ക് ഇറാൻ്റെ മതഭരണകൂടത്തെ സമ്മർദ്ദത്തിലാഴ്ത്തി അങ്ങനെ ഒരു റിജീം ചേഞ്ച് ഇറാനിൽ നടപ്പാക്കുക എന്നൊരു ലക്ഷ്യം പാരലായിട്ട് തന്നെ ബാക്ക്ഡോർ വഴി അമേരിക്ക നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജോയ്സിലേക്ക് വരുമ്പോൾ, ജോയ്സ്, നമുക്കറിയാം ഒരു കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. നമുക്കൊരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ആദ്യം അത് ബാധിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ്. നമ്മളൊരു സാമ്പത്തികമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ഓയിൽ സെക്ടറിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രത്തോളം ഗുരുതരമായിരിക്കും ഒരു യുദ്ധം അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം? ശരിക്കും ഇറാൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പോലും അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ഇറാൻ ഏറ്റവും ആദ്യമേ പ്രതിരോധിക്കാൻ നോക്കുന്നത് സമീപ രാജ്യങ്ങളായിട്ടുള്ള ഇപ്പോൾ UAE, ഖത്തർ, കുവൈറ്റ് പോലുള്ള അല്ലെങ്കിൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളെ അടിച്ചുകൊണ്ടായിരിക്കും ഇറാൻ അവരുടെ ഒരു പ്രതിരോധം തുടങ്ങുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അവിടെ നിന്നുള്ള ഒരു പ്രത്യാക്രമണം, അത് പിന്നെ ഇസ്രായേലിലേക്കുള്ളൊരു ആക്രമണം, അങ്ങനെ അത് ആ ഒരു മേഖല വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇറാനും ഇത് തന്നെയാണ് പറയുന്നത്, അടിയുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളെയായിരിക്കും അടിക്കുന്നത്, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെയായിരിക്കും അടിക്കുന്നതെന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷെ നമ്മളവിടെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ലോകത്തെ മൊത്തം ഒരു എണ്ണ വിപണി നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു എണ്ണ വിപണിയാണ്
തന്നെയാണ്. അതുപോലെ പല കടലിടുക്കുകളും ഈ ഇസ്രായേലിന്റെ ഭാഗത്തോടെയും അതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് ചരക്ക് നീക്കത്തെ മൊത്തം ബാധിക്കും. അതുപോലെ ഈ എണ്ണ വിപണിയെ ബാധിക്കും. അതുപോലെ ലോകം മൊത്തം മറ്റൊരു ലോക യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത് കണക്ട് ചെയ്ത് ഇറാന്റെ ഭാഗത്ത് റഷ്യയും തുർക്കി പോലുള്ള രാജ്യങ്ങൾ ചേരുവാണെങ്കിൽ അത് കണക്ട് ചെയ്ത് മറ്റൊരു വലിയൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അവിടെ വേറൊരു പ്രശ്നമുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റ് പല രാജ്യങ്ങളും മറ്റ് രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു അവസരമാക്കി എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചൈന തായ്വാനെ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ റഷ്യ ഇപ്പൊ ഉക്രൈൻ പോലെ തന്നെ പോളണ്ട് മറ്റ് പ്രദേശങ്ങളൊക്കെ കൂടുതൽ പഴയ സോവിയറ്റ് യൂണിയന്റെ പ്രദേശങ്ങൾ കടന്നു കയറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അമേരിക്ക ആണെങ്കിൽ നമുക്കറിയാം, അമേരിക്ക ഇപ്പോൾ ഒരു രാജ്യത്തിന് പുറമെ അടുത്ത രാജ്യത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ ഒരു റിസോഴ്സ് തന്നെയാണ് മെയിനായിട്ട് അമേരിക്കയുടെ ഒരു നോട്ടം ഉള്ളത്. അപ്പം ശരിക്കും ഇറാൻ എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് ഒരു ഇരയല്ല ശരിക്കും. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു പല തവണ ഇറാനെ തരിപ്പണമാക്കാനുള്ള സോഴ്സും കൊണ്ടാണ് അമേരിക്ക ഇപ്പൊ ഈ വെയിറ്റ് ചെയ്യുന്നത്. ഈ കടലിൽ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇപ്പൊ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ വ്യൂഹം മാത്രമല്ല, ഈ അടുത്ത രാജ്യങ്ങളിലെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന സന്നാഹങ്ങളും എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇറാനെ പലതവണ നിരപ്പാക്കാനുള്ള എല്ലാ സംവിധാനവുമായിട്ടാണ് അമേരിക്ക വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാനെ അടിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് അടിക്കാം, പക്ഷെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖല മറ്റൊരു യുദ്ധത്തിലേക്ക്, ലോകം മുഴുവൻ മറ്റൊരു പ്രശ്നത്തിലേക്ക്, വലിയൊരു മാരകമായ പ്രശ്നത്തിലേക്ക് പോകും. നമ്മുടെ ഇന്ത്യനെ അടക്കം അത് ബാധിക്കും. ഇന്ത്യക്ക് ഇറാനിൽ ഒരു തുറമുഖം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ തുറമുഖം വഴിയാണ് നമ്മൾ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ വ്യാപാരം നടത്തുന്നത്. അത് മാത്രമല്ല, ഇറാനിൽ നിന്നുള്ള എണ്ണ, വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ, അങ്ങനെ എണ്ണ വ്യാപാരം നമ്മൾ ഇന്ത്യനെ ബാധിക്കും. അങ്ങനെ പല രീതിയിൽ എല്ലാ രാജ്യങ്ങളെയും കുറേശ്ശെയായിട്ടാണെങ്കിൽ പോലും ഇത് വലിയ ഒരു പ്രശ്നമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു അമേരിക്കയുടെ ഒരു മേധാവിത്വം, അതായത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ലോക പോലീസ് നമുക്കറിയാം, ഏത് പ്രശ്നത്തിൽ എവിടെ ഇടപെടുന്ന ഒരു ഇതാണ്, ഒരു നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ഒരു രാജ്യം കൂടെയാണ് അമേരിക്ക. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഇതൊരു അഭിമാന പ്രശ്നമാണ്. അതേ പ്രശ്നം തന്നെയാണ് ഇറാനും വരുന്നത്. വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു വാശി, അതും അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ്. അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നുള്ള ഒരു വാശി. ഇത് ഇറാന് നന്നായിട്ട് അറിയാം. ഇറാൻ അടി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് ഇറാന് നന്നായിട്ട് അറിയാം. ഇറാനിലെ ജനതയ്ക്ക് അതറിയാം. പക്ഷെ അമേരിക്കയ്ക്ക് പിന്നെ മുൻപും നോക്കാത്ത ഒരു സ്വഭാവം ഉണ്ട്. നോക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഇറാന് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അവിടെയുള്ള സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഇറാനെ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്യൂബയിലേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഗ്രീൻലാൻഡിലേക്ക് ആയിരിക്കാം. അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ലോകത്ത് ഒരു മേധാവിത്വം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാം. അപ്പോൾ പിന്നെയും വീണ്ടും മറ്റ് യുദ്ധം അവസാനിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളെല്ലാം വീണ്ടും ദാരിദ്ര്യ അവസ്ഥയിലേക്ക്, ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ പ്രത്യേകിച്ചും അമേരിക്ക എന്ന് പറയുന്ന ഒരു ശക്തിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. നമുക്കറിയാം സൗദിയിലേക്ക് അമേരിക്കയായിട്ട് ഇപ്പം വലിയൊരു ആയിരക്കണക്കിന് ഡോളറിന്റെ ഒരു ഡീൽ ഇപ്പം നടക്കാൻ പോവുകയാണ്. ബാറ്ററി ടു മിസൈലുകൾ കൊടുത്തിട്ടുള്ള ഒരു ഡീൽ നടക്കാൻ പോവുകയാണ്. ഇതേപോലെ തന്നെയാണ് ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം, UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് അമേരിക്കയുടെ സൈനിക പവറിലാണ് നിലനിൽക്കുന്നത്. ഇസ്രായേൽ പോലും ഒരു ചെറിയ പക്ഷമാണെങ്കിൽ പോലും ഇസ്രായേലിന്റെ സംവിധാനങ്ങൾ അമേരിക്കനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു പറഞ്ഞത് ഇനി വരും കാലങ്ങളിൽ അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള മുന്നേറ്റങ്ങൾ നടത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ആ ഒരു പശ്ചിമേഷ്യ മേഖല നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അവിടെയുള്ള ആ ഒരു ശക്തി, ആ ഒരു പവർ ഇറാനെ വെച്ച് നോക്കുമ്പോൾ അത് ഒന്നുമല്ല. ഒരു അടിക്കാനുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ട്രംപ് ഒരു അതായത് മുന്നിൽ മറ്റൊരു പ്രതീക്ഷ, ഇപ്പം ജോർജ് പറഞ്ഞ പോലെ മറ്റൊരു വാതിൽ തുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം വെയിറ്റ് ചെയ്യുന്നത്. അതിലൊരു തീരുമാനമായില്ല എങ്കിൽ ഇറാന്റെ കാര്യം തീരുമാനമാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാധാരണക്കാരെ വലിയ തോതിൽ ബാധിക്കും, നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. വളരെ കറക്റ്റാണ്. അതിനകത്തൊരു ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഖമേനി എന്തുകൊണ്ട് നമുക്കറിയാം യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇറാനാണ്. ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 90 വയസ്സിനോട് അടക്കുന്ന ഖമേനി എന്തുകൊണ്ട് ഈ പിടിവാശി പിടിക്കുന്നു എന്നത് വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വപ്നം കാണുന്ന ഒരു സ്വർഗത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ സ്വർഗത്തിൽ അദ്ദേഹം സ്വപ്നം കാണുന്ന എല്ലാ ഫെസിലിറ്റീസും അദ്ദേഹത്തിന് ലഭിക്കണമെങ്കിൽ ഈ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ കയ്യിൽ നിന്നും രക്തസാക്ഷിത്വം നേടിയെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു അദ്ദേഹം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഇങ്ങനെ പ്രകോപിപ്പിച്ച് റെജീം ചേഞ്ച് എന്ന് പറയുന്നത്
പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം റഷ്യയിലേക്കും മറ്റു പലയിടങ്ങളിലേക്കും ഒക്കെ ഒളിച്ചോടാനുള്ള സാധ്യതയുണ്ട്, പലായനം ചെയ്യാനുള്ള സാധ്യതയാണ്. അതൊരു രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കത്തില്ല, അതൊരു സ്വാഭാവിക മരണത്തിലേക്ക് നയിക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം സ്വപ്നം കാണുന്ന സോക്കോൾഡ് ഈ പറയുന്ന സ്വർഗം കിട്ടണമെങ്കിൽ ഈ പറയുന്ന പോലെ അമേരിക്ക അല്ലെങ്കിൽ ഒന്നെങ്കിൽ അദ്ദേഹത്തെ കൊന്നൊടുക്കണം, ഇസ്രായേൽ കൊന്നൊടുക്കണം, എങ്കിൽ മാത്രമേ അദ്ദേഹം സ്വപ്നം കാണുന്ന ഇതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഖമേനിയുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ദൈവതുല്യനായിട്ട് കരുതുന്ന ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ഈ IRGC ഒരു സായുധ സംഘടന അല്ലെങ്കിൽ സായുധ സൈന്യം, അദ്ദേഹം എന്ത് പറഞ്ഞാലും അക്ഷരം പ്രതി നടപ്പാക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നു ഖമേനിയെ ഒരു ഡീലിലേക്ക് അല്ലെങ്കിൽ ഒരു റെജീം ചേഞ്ചിലേക്ക് ചിന്തിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ പടു വൃദ്ധനാണ്, 86 വയസ്സാണ്, ഈ സ്വസ്ഥമായിട്ട് റഷ്യയിൽ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ ഒരു റെജീം ചേഞ്ചിന് അദ്ദേഹം തയ്യാറല്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഈ ഒരു തീവ്ര മതപരമായിട്ടുള്ള എലമെൻറ്റും അതിലിങ്ങനെ കൂടി കലർന്ന് കിടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ മതപരമായിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇറാൻ്റെ പഴയ രാജവംശവും മുസ്ലിം രാജവംശവും തന്നെയായിരുന്നു. അവർ ഇസ്രായേലായിട്ടും അമേരിക്കയായിട്ടും നല്ല ബന്ധമായിരുന്നു. പക്ഷെ ഇതില് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മതം തലക്കി പിടിച്ച് മതത്തിൽ പറയുന്നതല്ല അതേപോലെ മറ്റുള്ളവരുടെ നാശം എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അത് അതേപോലെ പ്രാവർത്തികമാക്കണം എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ജൂതൻ വേണ്ട എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കുഴപ്പമില്ല, ജൂതന് ഓക്കെ മതഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ശരി നമുക്ക് മനുഷ്യനല്ലേ, ഒരു മനുഷ്യന്റെ പരിഗണന കൊടുക്കാം, അവൻ ടെക്നോളജിയിൽ വളർന്നതല്ലേ, അവനുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ നമുക്കും വളരാലോ എന്നുള്ളൊരു ചിന്തയിൽ പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. അവൻ വേണ്ട, അവനെ നശിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു ചിന്ത വരുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അത് കറക്റ്റാണ്. പിന്നെ മാത്രമല്ല ഈ ഖമേനിയുടെ വലിയൊരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, പലരുടെയും തല പോയി കഴിഞ്ഞു, പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലരൊക്കെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒതുക്കുന്ന നീക്കവും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഗാസയിൽ വലിയൊരു ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. ഹമാസിൻ്റെ കമാൻഡർ അതൊക്കെ കൊന്നെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ലെബനോനിലേക്ക് ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സാഹചര്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക കയറി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൽ പെട്ട ഹിസ്ബുള്ളകൾ അനങ്ങരുത്, ഈ ഹമാസ് അനങ്ങരുത്, മറ്റ് സായുധ സംഘങ്ങൾ അനങ്ങരുത് എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇസ്രായേൽ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വരുന്ന ആഴ്ചകൾ വളരെ നിർണായകമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ റോബിൻ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു വലിയൊരു ഫ്ലാഷ് പോയിന്റ്, ലോകം ഉറ്റുനോക്കുന്ന ഒരു ഫ്ലാഷ് പോയിന്റ് ആയിട്ട് ഈ പശ്ചിമേഷ്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയും ചൈനയും ഇറാന് നേർക്ക് അമേരിക്ക നടത്തുന്ന ഈ ഒരു ആക്രമണത്തെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക? അവരുടെ ഒരു പ്രതികരണം എപ്രകാരമായിരിക്കും, ഒപ്പം മറ്റ് ലോകരാജ്യങ്ങളുടെ? ഇപ്പോൾ ഇറാന് നേരെയുള്ള ഒരു ആക്രമണം അത് ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഇറാൻ പ്രതികരിക്കുന്ന രീതി, ഇറാനെ ആക്രമിക്കുന്ന രീതി, ഇത് രണ്ടിനെയും ആശ്രയിച്ചാണ് കൃത്യമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറാനെ എങ്ങനെ ആക്രമിക്കും, എങ്ങനെയുള്ള ഒരു ആക്രമണമായിരിക്കും നടത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമേരിക്ക ഈ മേഖലയിൽ നടത്തുന്ന സൈനിക വിന്യാസത്തെ അനുരൂപമാക്കി നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെനസ്വലയുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്ക വെനസ്വലയിലേക്ക് സൈനിക നടപടി നടത്തുന്ന ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം 2 മാസം മുന്നേ തൊട്ടേ ഇതിനെക്കുറിച്ചുള്ള ആ ബിൽഡപ്പിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് പലപ്പോഴും നമ്മൾ ചാനലിൽ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ വാർഷിപ്പുകൾ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ പിന്നീട് ബ്ലോക്കേഡുകൾ നടത്തുന്നു. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഈ വെനസ്വേലയുടെ സൈന്യം തീരദേശങ്ങളിലും അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും എല്ലാം വലിയ തോതിലുള്ള സൈനിക വിന്യാസം നടത്തുകയും സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെനസ്വേലയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന സമയങ്ങളിൽ സൈനിക. അതുപോലെ തന്നെ മഡുറോ തന്നെ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ പറയുന്നുണ്ട് കം ആൻഡ് ഗെറ്റ് മീ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ഭയങ്കര അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവരതിന് ശേഷം അത് ചെയ്ത് അപ്പം പലപ്പോഴും അവിടെയുള്ള ഈ ബിൽഡപ്പുകൾ കാണുകയും അതുപോലെ പ്രസ്താവനകൾ കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് ഒരുപക്ഷെ വെനസ്വേലയുമായിട്ട് പോരും. കാരണം അതുപോലെ തന്നെയാണ് വെനസ്വേല അവരുടെ മേഖലകളിൽ സൈനിക വിന്യാസം നടത്തിയത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ഒരു പരിമിതമായ തോതിലുള്ള ഒരു സൈനിക നടപടിയിലൂടെ, ഒരു ഭയങ്കര ടാക്റ്റിക്കലായിട്ടുള്ള ഒരു മൂവ് നടത്തുകയും വെനസ്വേലയെ അക്ഷരാർത്ഥത്തിൽ വെനസ്വേലയെ അവർ പിടിച്ചടക്കുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അന്നേരം പറഞ്ഞത് CIA ആ സമയങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും അവിടെയുള്ള രാഷ്ട്രീയക്കാരെ മുഴുവൻ
വിലക്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നൊക്കെയുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ, അനലൈസുകളൊക്കെ നമ്മൾ ആ സമയത്ത് കാണുകയുണ്ടായി. അപ്പോൾ ഏകദേശം അതിന് അനുരൂപമായിട്ടുള്ള ഒരു മിലിറ്ററി ബിൽഡപ്പാണ് ഇപ്പോൾ ഇറാൻ്റെ ഈ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ വിമാനവാഹിനി കപ്പലെത്തിയിരിക്കുന്ന ഏകദേശം 8ഓളം ഡിസ്ട്രോയറുകൾ, എന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ കടലിലും അറബിക്കടലിലും അതുപോലെ ആ മേഖലകളിലായിട്ട് പേർഷ്യൻ ഗൾഫിൻ്റെ ആ ഭാഗങ്ങളിലെല്ലാമായിട്ട് ഏകദേശം 8ഓളം ഡിസ്ട്രോയറുകളുണ്ട്. അതുപോലെ തന്നെ ടാങ്കർ വിമാനങ്ങൾ, ബോംബറുകൾ, അതുപോലെ F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങളെല്ലാം ഈ മേഖലയിൽ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമേരിക്കയുടെ ഈ മേഖലയിലുള്ള ബേസുകളിലേക്ക് പാട്രിയോട്ടിക് മിസൈൽ പ്രതിരോധ സിസ്റ്റങ്ങളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഈ അടുത്ത സമയത്ത് ഇസ്രായേലും ആയിട്ട് അതിൻ്റെ ഉള്ള ഏറ്റവും സൗദിയുമായിട്ടുള്ള ആ ആയുധ ഇടപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഏകദേശം 730ഓളം പാട്രിയോട്ടിക് ഡിഫൻസിനുള്ള മിസൈലുകളാണ് സൗദിക്ക് ഏകദേശം അമേരിക്ക കൊടുക്കുന്ന ആ ഒരു സൈനിക കരാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള ഒരു മിലിറ്ററി ബിൽഡപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ പീറ്റ് ഹെക്സത്ത് അടുത്ത് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഡൊണാൾഡ് ട്രംപിന്, പ്രസിഡന്റിന് എല്ലാവിധത്തിലുള്ള സൈനിക നടപടികൾ നടത്താനുള്ള ഓപ്ഷനുകളും കൊടുക്കുന്ന രീതിയിലാണ് ഈ മേഖലയിലേക്ക് സൈനിക വിന്യാസങ്ങൾ നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള സൈനിക വിന്യാസം ഈ മേഖലയിൽ നടത്തുമ്പോൾ പോലും ഇതാവണമെന്നില്ല ഇറാനെതിരെയുള്ള സൈനിക നടപടിയുടെ പ്രാധാന്യം എന്നുള്ളത്. കാരണം ഇതാവണമെന്നില്ല. ഇത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇതുവരെയുള്ള ഒരു രീതി വെച്ചിട്ട് ഇതൊന്നും ഉപയോഗിച്ചായിരിക്കണമെന്നില്ല അമേരിക്ക ഇറാനിൻ്റെ ഒരു സൈനിക നടപടി നടത്തുന്നത്. കാരണം എനിക്ക് തോന്നുന്നു പലപ്പോഴും പല സൂചനകളും വന്നിട്ടുള്ളത് ഒരു ലിമിറ്റഡ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഇറാന് ഈ ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ ഇറാൻ ഒരിക്കലും ചുറ്റുവട്ടത്തുള്ള ഒരു രാജ്യത്തെയും ആക്രമിക്കണമെന്ന് തോന്നാത്ത രീതിയിൽ, എന്നാൽ ഇറാനിൽ ആക്രമണം നടത്തി എന്ന് വരുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ഉന്നം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഇറാൻ്റെ ലോങ് റേഞ്ച് മിസൈൽ സിസ്റ്റങ്ങളും ഫാക്ടറികളടക്കമുള്ള സംവിധാനങ്ങൾ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇസ്രായേലിനെ ഹാം ചെയ്യാത്ത രീതിയിൽ ഇറാനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റെജീം ചേഞ്ചാണ് അതിൻ്റെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. റെജീം ചേഞ്ചിലേക്ക് പോകുകയോ കടക്കുകയോ എന്നുള്ളത്, ഇപ്പോൾ നമുക്കറിയാം വെനിസ്വേലയിൽ അതായിരുന്നു ആവശ്യം, റെജീം ചേഞ്ച് ആയിരുന്നു ആവശ്യം. അത് വളരെ സമർത്ഥമായിട്ട് അമേരിക്ക അവിടെ നേടിയെടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടാക്ടിക്സ് ഉപയോഗിച്ചായിരിക്കുമോ ഇറാനിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോൾ നമ്മൾ നോക്കുന്നൊരു വസ്തുത എന്നുള്ളത്. കാരണം അങ്ങനെയുള്ളൊരു തലത്തിലേക്കാണ് നീങ്ങുന്നത്. പല സൂചനകളും അതിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇനി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനെ അങ്ങനെ വെനസ്വേല പോലെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണോ എന്നുള്ളൊരു ചോദ്യമാണ് മറുവശത്ത് ഉയർന്നു നിൽക്കുന്നത്. കാരണം ഇറാൻ എന്ന് പറയുന്നത് ഏകദേശം 10-16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലുപ്പമുള്ള അത് ട്രഡീഷണലായിട്ടുള്ള അത്രയും ട്രഡീഷണലുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ജനങ്ങൾ ഡിഫറൻ്റ് ആണ്, അവർ ചിന്തിക്കുന്ന രീതികൾ ഡിഫറൻ്റ് ആണ്. ഏറ്റവും പ്രധാനമായിട്ടും മതമാണ് അതിൻ്റെ അടിസ്ഥാനം. ഇനിയിപ്പം കാരണം ഈ റെജീം ചേഞ്ച് കൊണ്ടുവന്നാൽ പോലും മതം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് എത്രത്തോളം അത് പ്രാക്ടിക്കലാണ് എന്നുള്ളൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റെജീം ചേഞ്ചിനോടൊപ്പം തന്നെ ഇറാൻ്റെ ഈ ലോങ് റേഞ്ച് മിസൈൽ സിസ്റ്റങ്ങൾ അടക്കമുള്ള, ഇപ്പോൾ അതാണ് അമേരിക്ക ഇസ്രായേൽ പറഞ്ഞാൽ ലോങ് റേഞ്ച് മിസൈൽ സിസ്റ്റംസ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ കാപ്പബിലിറ്റീസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളത് ഈ ഒരു ഓപ്പറേഷനിലൂടെ സാധ്യമാക്കുക എന്നുള്ളതാണ്. അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സാധനങ്ങൾ അവിടെ നടന്നിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പാകത്തിലുള്ള ഒരു രാജ്യമാണോ ഇറാൻ എന്നുള്ളതാണ് ഒരു വസ്തു. ഇപ്പം നമുക്ക് ഏറ്റവും നിസ്സാരം പറയാം, ഇപ്പോൾ ഈ യുക്രൈനിലേക്ക് റഷ്യ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഏകദേശം 2015 ബറാക്ക് ഒബാമയുടെ കാലഘട്ടം മുതൽ തന്നെ 24/7 ആയുധ പ്രൊഡക്ഷൻ റഷ്യ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെ പ്രസിഡന്റ് ബറാക്ക് ഒബാമയെ ധരിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. അതിന് കൗണ്ടറായിട്ട് അമേരിക്ക പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് മുതൽ അതിൻ്റെ പ്രിപ്പറേഷൻ റഷ്യ തുടങ്ങിയിരുന്നു എന്നുള്ളത്. സമാനമായ രീതിയിൽ ഇറാൻ അമേരിക്കയ്ക്കെതിരെ, ഓർക്കുക ഇറാൻ്റെ ഈ ഹിസ്ബുള്ളകൾ, അതുപോലെ തന്നെ സിറിയയിലുള്ള ഇതുപോലെ മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സ്, അതുപോലെ ഇറാഖിലുള്ള മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ ഈ ഹൂത്തികളെല്ലാം തന്നെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കൃത്യമായിട്ട് അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും തന്നെ പടുത്തുയർത്തിയേക്കുന്ന സാമ്രാജ്യങ്ങളാണ് ഇത് മൊത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ കുറേ കാലങ്ങളായിട്ട് ഇറാൻ അമേരിക്കയ്ക്കെതിരെയാണ് ഇറാൻ്റെ സൈനിക വിന്യാസങ്ങൾ മുഴുവൻ നടത്തിയേക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ആയുധ പ്രൊഡക്ഷനുകളും അതെല്ലാം അവരുടെ സ്ട്രാറ്റജികളെല്ലാം കൃത്യമായിട്ട് അമേരിക്കയ്ക്കെതിരെയാണ് ഇവരിത് ചെയ്തേക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കണക്കാക്കേണ്ട മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. റഷ്യയും ചൈനയും. ഇപ്പം ഓർക്കുക, ചൈനയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇൻഫർമേഷനുകൾ ഇറാനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് ചൈനയും ഇറാനും തന്നെ കൃത്യമായിട്ട് സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ GPS സിസ്റ്റത്തിന് പകരമായിട്ട് ചൈനയുടെ ബൈഡുവാണ് സൈനിക ആവശ്യങ്ങൾക്കെല്ലാം ഈ ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ
ഇറാൻ്റെ ഡ്രോണുകളാണ് റഷ്യക്ക് ഉക്രൈനിലേക്ക് ആക്രമണം നടത്താൻ ഒരുപാട് ആയത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ ഭരണകൂടം തന്നെ കൃത്യമായിട്ട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും സഹായങ്ങൾ എത്തുമെന്ന് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ ആക്രമണത്തിന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിലും പരോക്ഷമായിട്ട് ഇറാൻ എല്ലാവിധ പിന്തുണയും ഈ രണ്ട് രാജ്യങ്ങളും കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് അതിനുള്ള സാധ്യത നിലനിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറാൻ അത്രത്തോളം സ്ട്രാറ്റജിക്കായിട്ട് ഇപ്പോൾ ഈ അറബിക്കടലിലേക്കാണെങ്കിലും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അടുത്ത അനുയായിയായ ഇറാനിലൂടെ തന്നെയാണ് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ചൈനയ്ക്കാണെങ്കിലും ഇറാനെ എണ്ണയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് ചൈനയ്ക്കും അത്യന്താപേക്ഷിതമാണ് ഇറാനുമായിട്ടുള്ള ഒരു ബന്ധം എന്നുള്ളൊരു സാഹചര്യം. അങ്ങനെ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് ആയുധങ്ങളും ഇൻ്റലിജൻസ് സംവിധാനങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട്. ഇപ്പം ഓർക്കുക, ഇറാഖിനെ അമേരിക്ക ആക്രമിച്ച കാലത്ത് ഏകദേശം 124ഓളം MiG-29 വിമാനങ്ങൾ ഇറാഖിൽ നിന്നും ഇറാനിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 124ഓളം MiG-29 വിമാനങ്ങൾ ഇവർ ചൈനയ്ക്ക് പിന്നീട് വിറ്റേച്ചിട്ട് അവിടെ നിന്ന് ഈ മിസൈൽ ടെക്നോളജിയുടെ അതിൻ്റെ സാങ്കേതികവിദ്യ അടക്കമുള്ള കാര്യങ്ങൾ ചൈനയുടെ അടുത്തുനിന്ന് ഇവർ മേടിക്കുന്ന സാഹചര്യം ഉണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു ബന്ധം, മിലിറ്ററി ബന്ധം ചൈനയുമായിട്ടും ഇറാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പല രാജ്യങ്ങളെയും, ഈ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ മൊത്തത്തിൽ ഒന്ന് കുഴച്ചു മറിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വെറുതെ കയറി എന്തെങ്കിലും ചെയ്ത് കാര്യം നേടാൻ കഴിയുന്ന ഒരു രാജ്യമാണോ ഇറാൻ എന്നുള്ള കാര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ മറുവശത്ത് അമേരിക്കയുടെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം വലിയ ബൃഹത്തായ തന്ത്രങ്ങളാണ്. ലോക ചരിത്രം ഇന്നോളം കണ്ടിട്ടില്ലാത്തത്രം ശക്തമായിട്ടുള്ള സൈന്യമാണ് അമേരിക്കയുടേത്. അതുപോലെ തന്നെ തന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ ലോകം പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളിൽ ഞങ്ങൾ എപ്പോഴും എന്നും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കാനുള്ളത്. യുദ്ധം ഒന്നിനും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. യുദ്ധത്തിൻ്റെ ഇരകളായി മാറുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. പക്ഷേ ഏത് വിധേനയും ഈ പറയുന്നത് പോലെ മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച ഭരണകൂടങ്ങളെ ലോകത്തു നിന്ന് ഇല്ലായ്മ ചെയ്തേ മതിയാവൂ. കാരണം അവർ ലോക സമാധാനത്തിനൊരു ഭീഷണി തന്നെയാണ്. അതിനാൽ തന്നെ ചർച്ചകളിലൂടെ, സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ തന്നെ ഇറാനിൽ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.